സംഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ ഒരു കഷ്ണം നാരങ്ങ കഴിക്കൂ, ഇഞ്ചി കഴിക്കൂ, മഞ്ഞൾപ്പൊടി ഉപയോഗിക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ദുബായ് വാർത്ത ഉൾപ്പെടുന്ന ഏഷ്യ വിഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് സൗദിയിലും ബഹ്റിലും ഒമാനിലും അല്ലെങ്കിൽ കുവൈറ്റിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ദുബായ് വാർത്ത പോലെ പ്ലാറ്റ്ഫോമുകളുണ്ട്. 70-ലധികം ആളുകൾ ഫുൾ ടൈമും പാർട്ട് ടൈമേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ മീഡിയ പോകുന്നത്. എല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളും ഡോക്ടർ പറഞ്ഞ പോലെ ഇഞ്ചിയും നാരങ്ങയും ശീലമാക്കുകയും അത് ഇപ്പൊ ഒരാൾക്ക് പോലും ഇതുവരെ കോവിഡ് വന്നിട്ടില്ല എന്നുള്ള അഭിമാനകരമായിട്ട് പറയാൻ പറ്റും. ഡോക്ടർക്ക് എന്താണ് വീണ്ടും മലയാളികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? എന്ത് തരം നാച്ചുറൽ ഫുഡ് സപ്ലിമെന്റ് ആണ് നമുക്കിപ്പോ വേണ്ടത്? താങ്ക് യു. ഞാൻ അത് പറഞ്ഞു തരാം. ഓക്കെ, മിസ്റ്റർ നിസാർ, നിങ്ങൾ WHO ഇത് റെക്കോർഡ്സ് നോക്കിയാൽ ഒരു 3 ദിവസം മുമ്പ് വരെ 8 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ദ ഹോൾ കൺട്രി ഓഫ് നൈജീരിയയിൽ ഒരു മരണം പോലും ഉണ്ടായിരുന്നില്ല കോവിഡിന്. ഓക്കെ, 3 ദിവസം മുമ്പ് 3 മരണം ഉണ്ടായി. ഇവിടെ ഒരു ഹോൾ കൺട്രി ഈ ഒരു ആൽക്കലൈൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുകയാണ്. അത് നാഷണൽ പ്രോട്ടോകോൾ അവർ അംഗീകരിച്ചു. കാരണം അവർക്ക് വിനയം ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാനായിട്ട്. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവരിത് മനസ്സിലാക്കി ഹോൾ കൺട്രി. അത് ആരാ പറഞ്ഞതെന്നൊന്നും ആർക്കും അറിയാൻ വയ്യ. എല്ലാവർക്കും അത് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാണ്. ഐ എം റിയലി സെയിം. അല്ലാതെ ചുമ്മാതൊന്നുമല്ല ഈ സീറോ ഡെത്ത്സ്. ഈ കൺട്രിക്ക് ഡെത്ത്സ് അങ്കമാലിയിൽ നിന്ന് വന്ന മോഡേൺ മെഡിസിൻ അപ്പുറം എന്ന പുസ്തകം എഴുതിയ ഒരു സാക്ഷാൽ നാടൻ മലയാളിയാണ് ഈ സിദ്ധാന്തം കൊണ്ടുവന്ന് അവിടെ ആദ്യം 1-2 പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പരീക്ഷിച്ചതെന്നും അത് വിജയിച്ചതെന്നും അവക്കാഡോയും ഇഞ്ചിയും ഒക്കെ കഴിച്ചാൽ ഇതൊക്കെ മാറി കിട്ടുമെന്നും അല്ലെങ്കിൽ വരാതിരിക്കുമെന്നും അത് വലിയ അംഗീകാരമായി മാറിയിട്ടുണ്ട് മലയാളികൾക്കെല്ലാം. കൺഗ്രാജുലേഷൻസ്. മുന്നോട്ട് പോകണം സാർ. ഞാൻ നമ്മുടെ എസ്പെഷ്യലി എൽഡർലി പോപ്പുലേഷൻ ഇൻ കേരളയോട് ഞാൻ ഈ ആൽക്കലൈൻ ഡയറ്റ് ഒന്നും കൂടെ പറയാം. എല്ലാവരും ഫോളോ ചെയ്യണം. ഇറ്റ് ഈസ് ദി ആൻസർ, ദർ ഇസ് നോ ഡൗട്ട്. അത് പ്രിവെൻഷൻ മാത്രമല്ല, ക്യൂറേറ്റീവുമാണ്. അത് എവറി ഡേ ഇവിടെ ഐ എം ഷോയിങ് ഇറ്റ് ഞങ്ങളുടെ കോവിഡ് സെന്ററിലും എല്ലാം. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഇത്ര സിമ്പിൾ തിങ്സിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. എനിവേ, ഞാൻ പറയാം. വിനയം എന്ന് പറഞ്ഞില്ല ഞാൻ. വിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ റിതമും ഫോളോ ചെയ്യണം. അതായത് നേരത്തെ ഉറങ്ങണം, സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റിരിക്കണം. അതും വിനയത്തിന്റെ പാട്ടാണ്. അപ്പൊ നമ്മൾ ഭൂമിയുടെ കൂടെ ജീവിക്കുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് മുതല് കേരളീയരോട് ഞാൻ പറയുന്നത്, ഒരു സൂര്യോദയം പോലും മിസ് ചെയ്യരുത്. അതിനു മുമ്പ് എഴുന്നേറ്റ് നമ്മൾ ബാത്റൂമിൽ പോയി എല്ലാം റെഡിയാക്കിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് നമ്മള് ചൂടുവെള്ളം കുറച്ച് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു സൂപ്പർ ആൽക്കലൈൻ ഫുഡ് ഇഞ്ചി, റോ ഇഞ്ചി തൊലിയോടുകൂടി ഒന്ന് കഴുകിയിട്ട് റോ ആയിട്ട് പച്ചയായിട്ട് ചവയ്ക്കുക. ഇതിപ്പം മില്യൻസ് ആൻഡ് മില്യൻസ് ആർ ഡൂയിങ് ഇറ്റ്. ഇവിടെ നൈജീരിയ മാത്രമല്ല, ഓൾ ഓഫ് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ടർക്കി, അവിടുന്നൊക്കെ ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട്. വെളുത്തുള്ളി തൊലി കളഞ്ഞത്, റോ പച്ച. ഓക്കെ, ചെറുനാരങ്ങ തൊലിയോട് കൂടി. തൊലിയിലാണ് അതിന്റെ ആന്റി ഓക്സിഡൻസ് മാക്സിമം ഇരിക്കുന്നത്. തൊലിയിലാണ്. മിക്കവാറും എല്ലാ വെജിറ്റബിൾസിന്റെയും തൊലിയിലാണ് അതിന്റെ സത്ത്. മാങ്ങയാണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും മത്തങ്ങയാണെങ്കിലും എല്ലാം, കുക്കുംബർ ആണെങ്കിലും തൊലിയോട് കൂടി. ഓക്കെ, ഇത് ചവച്ച് മിഴുങ്ങണം. ഓക്കെ, ഇത് സമയമെടുക്കും. അതുകൊണ്ട് ഞാനിപ്പോ സൈഡിൽ വെക്കുവാണ്. എന്നിട്ട് കാരണം ഇതുപോലെ വിറ്റമിൻ സി പ്യൂറായിട്ട് തരുന്ന ഒരു നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കെമിക്കൽ വൈസ് നമുക്ക് മാൻകൈൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ചെറുനാരങ്ങ ഈസ് ഫുൾ ഓഫ് ആന്റി ഓക്സിഡൻസ്. ഇത് മൂന്നും കഴിച്ച് മിഴുങ്ങി കഴിഞ്ഞിട്ട് അര സ്പൂൺ മഞ്ഞപ്പൊടി, ചൂടുവെള്ളം പെതുക്കെ ഇരുന്ന് കുടിക്കുക. ഈ മഞ്ഞപ്പൊടി എത്ര വേണമെങ്കിലും കുടിക്കാം ഒരു ദിവസം. ഓക്കെ, ഇത് 10 മിനിറ്റ് എടുത്ത് സാവധാനം കുടിച്ചു കഴിയുമ്പം തല മുതല് താഴെ ഫുട്ട് വരെ നമുക്കൊരു ആൽക്കലൈൻ ഫീലിംഗ് വരും. പക്ഷെ അതിന് ശാന്തമായിട്ട് ഇരുന്ന് അത് ഫീൽ ചെയ്താൽ മതി. ആ ഹോൾ ഡേ നമ്മുടെ ഇമ്മ്യൂണിറ്റി ടോപ്പ് ആയിരിക്കും.